2025-26 വർഷങ്ങളിലെ എക്സാംസിന് വേണ്ടി കോച്ചിങ് സെന്റർ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും അതേപോലെ ഏത് കോച്ചിങ് സെന്ററാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ള സംശയങ്ങൾ നിങ്ങളിൽ കുറേ പേർക്ക് കാണും. സ്റ്റുഡൻസിനാണേലും പേരൻസിനാണേലും. ഈ ഒരു കാര്യം ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പം അൺബയസ്ഡ് ആയിട്ടുള്ള ഒരു 1-2 വീഡിയോസേ കണ്ടുള്ളൂ. അതിൽ തന്നെ കമന്റ് സെക്ഷൻ നോക്കിയാൽ കുറേ പെയ്ഡ് റിവ്യൂ പോലത്തെ കമന്റുകളും കിടപ്പുണ്ട്. അതുകൊണ്ട് ഈ സംശയങ്ങൾക്കൊക്കെ ഒരു ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഒരു കാര്യം പറയാനുണ്ട്. കഴിഞ്ഞ 2 വീഡിയോസും കുറച്ച് ഡിഫറൻ്റ് ആയിരുന്നു. നിങ്ങൾക്കിപ്പം കൂടുതൽ ആവശ്യം ഓരോ സബ്ജക്ട് വൈസ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ടിപ്സ് ആണെന്നറിയാം. അതുപോലത്തെ കണ്ടന്റ് ആണ് ഇനി വരാനുള്ളത്. അതോടൊപ്പം നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനുള്ള ലൈവ് സെഷൻസും വീക്കിലി കണ്ടക്ട് ചെയ്യണമെന്ന് പ്ലാൻ ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടന്റ് എല്ലാം അടുത്തൊരു മാസത്തേക്ക് കൃത്യമായിട്ട് വരും. ഈ ഒരു വീഡിയോ ഇപ്പം ചെയ്തെങ്കിലേ അത് യൂസ്ഫുൾ ആകുള്ളൂ. എല്ലാവരും ഏത് കോച്ചിങ് സെന്റർ സെലക്ട് ചെയ്യണമെന്നൊക്കെ ആലോചിച്ച് തുടങ്ങുന്ന ഒരു സമയമാണിത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളൊരു കോച്ചിങ് സെന്റർ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു 6 കാര്യങ്ങളെക്കുറിച്ചാണ്. അതിൻ്റെ കൂടെ കേരളത്തിലെ ഏറ്റവും വലിയ 2 കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്കുണ്ടായ എക്സ്പീരിയൻസിനെ കുറിച്ചും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. പക്ഷേ ഇതുകൊണ്ട് മാത്രം പോരാ, എനിക്ക് നിങ്ങളുടെ ഒരു ഹെൽപ്പും കൂടെ വേണം. നിങ്ങൾ ഒരു വർഷത്തെ കൂടുതലായിട്ടോ അല്ലെങ്കിൽ റിപ്പീറ്റ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവും നെഗറ്റീവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ഏറ്റവും ഷോർട്ടായിട്ടൊന്ന് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യണം. ഇപ്പം ജസ്റ്റ് ജോയിൻ ചെയ്തവർ കമൻറ്റ് ചെയ്യേണ്ട. ഏകദേശം ഒരു വർഷമായിട്ടെങ്കിലും നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് വളരെ യൂസ്ഫുൾ ആകും എല്ലാവർക്കും. അതുപോലെ ഒന്നിൽ കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ബെറ്റർ ആണെന്ന് തോന്നിയ കാര്യങ്ങൾ എന്താണോ അതും ഷെയർ ചെയ്യണം. ഇങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇന്ന കോച്ചിങ് സെൻ്ററാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ഒരു സെൻറ്റൻസ് മാത്രം കമൻറ്റ് ചെയ്ത് പോകരുത്. അത് കണ്ട് ആരും വിശ്വസിക്കത്തുമില്ല, അതുകൊണ്ട് ആർക്കും പ്രത്യേകിച്ച് ഉപയോഗം കിട്ടുന്നില്ല. അതുപോലെ ഈ വീഡിയോ ഏതെങ്കിലും കോച്ചിങ് സെൻറ്റേഴ്സിലെ സ്റ്റാഫ് കാണുന്നുണ്ടെങ്കിലും ദയവായി കമൻറ്റ് ചെയ്യരുത്. ഒരു ഫേക്ക് റിവ്യൂ അല്ലെങ്കിൽ ഒരു പെയ്ഡ് റിവ്യൂ പോലെയൊക്കെ തോന്നുകയാണെങ്കിൽ ആ കമൻസ് ഒക്കെ റിമൂവ് ചെയ്യും. പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നെഗറ്റീവ്സ് ഒക്കെ ചിലപ്പോൾ ആരെങ്കിലും ഷെയർ ചെയ്യാം. അത് അവരുടെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അവിടെ ഒരു ആർഗ്യുമെന്റ് എന്ന രീതിയിലോട്ട് പോകരുത്. നിങ്ങൾക്കത് ഡിഫെൻഡ് ചെയ്യാം, പക്ഷെ ഒരു ആർഗ്യുമെന്റ് പോലെയൊക്കെ തുടങ്ങുന്നതായിട്ട് തോന്നിയാൽ ആ കമന്റ് റിമൂവ് ചെയ്യും. അങ്ങനെ മാക്സിമം അൺബയസ്ഡ് ആയിട്ടുള്ള ഓണസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും അതിനുള്ളൊരു സോഴ്സ് ആക്കി മാറ്റാനാണ് ഈ വീഡിയോ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണം. ഇനി നമുക്ക് ഓരോന്നായിട്ട് ആ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള സിസ്റ്റവും ആ സിസ്റ്റത്തിന്റെ റിസൾട്ടുമാണ്. ഈ സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ നിങ്ങളുടെ ക്ലാസ്സുകളുടെ ഷെഡ്യൂൾ, റെഗുലർ എക്സാംസ്, അതുപോലെ ഫൈനൽ റിവിഷൻ പ്ലാൻ. ഓൾമോസ്റ്റ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ അവിടുത്തെ ക്ലാസ്സുകളുടെ ഷെഡ്യൂൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ഏകദേശം എത്ര കാലം കൊണ്ട് അവിടുത്തെ പോർഷൻസ് കംപ്ലീറ്റ് ആകും എന്നൊരു ഐഡിയ നിങ്ങൾക്ക് തരാൻ വേണ്ടി. ഇങ്ങനെ ഷെയർ ചെയ്യുന്ന ഷെഡ്യൂൾ അവർ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അവിടെ മുമ്പ് പഠിച്ചിറങ്ങിയ പിള്ളേരോട് ചോദിച്ച് മനസ്സിലാക്കണം. അതുപോലെ ഇങ്ങനെ ഒരു ഷെഡ്യൂൾ നിങ്ങൾ അവരോട് ചോദിച്ചിട്ട് അവർ ക്ലിയർ ആയിട്ടൊരു റെസ്പോൺസ് തരുന്നില്ലെങ്കിൽ അത് വലിയൊരു റെഡ് ഫ്ലാഗ് ആണ്. കാരണം നിങ്ങൾ വരുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകണം. അതുകൊണ്ട് നല്ലൊരു കോച്ചിങ് സെന്റർ അടുത്ത വർഷത്തേക്കുള്ള ഫുൾ പ്ലാൻ കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് റെഗുലർ ആയിട്ടുള്ള എക്സാംസ് ആണ്. ആഴ്ചയിൽ ഒരു എക്സാം എങ്കിലും വേണം. അതും ഫസ്റ്റ് മന്തിലൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഫസ്റ്റ് മന്തിൽ നിങ്ങൾ അവിടെ ചെന്നൊന്ന് ഓറിയന്റേഷൻ ഒക്കെ കിട്ടി ഒന്ന് പഠിച്ച് റെഡിയായി വരുന്നേ ഉള്ളൂ. പക്ഷേ സെക്കൻഡ് മന്ത് തൊട്ടെങ്കിലും റെഗുലർ ആയിട്ട് ബ്രേക്ക് ഒന്നും ഇല്ലാതെ എക്സാംസ് കണ്ടക്ട് ചെയ്ത് തന്നെ പോകണം. അതാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഫാക്ടർ. അപ്പോൾ അതും കൃത്യമായിട്ട് അവിടെ നടക്കുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തണം. ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ പോർഷൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള ആ റിവിഷൻ സ്ട്രാറ്റജി, മോക്ക് എക്സാംസ് ഒക്കെ. അവിടെയും എക്സാംസ് നടത്തുന്നുണ്ടോ എന്നുള്ളതിനെക്കാട്ടും കൂടുതൽ ആ എക്സാംസിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളതിലാണ് കാര്യം. നിങ്ങൾക്ക് വേണ്ടി ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ 2 രീതിയിൽ ഉണ്ടാക്കാം. ഒന്നെങ്കിൽ ചുമ്മാ ഒരു 3 ഗൈഡ് തുറന്നിട്ട് റാൻഡം ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അവിടുത്തെ എല്ലാ സബ്ജക്റ്റിൻ്റെയും ടോപ്പ് ഫാക്കൽറ്റീസ് എല്ലാം കൂടെ ചേർന്ന് ഓരോ ക്വസ്റ്റ്യൻ പൂളുകൾ ഉണ്ടായിട്ട് അതിൽ നിന്ന് എടുത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കാം. ഈ സെക്കൻഡ് മെത്തേഡ് വെച്ചാണ് നിങ്ങളുടെ ആക്ച്വൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും നിങ്ങളുടെ മോഡൽ എക്സാംസിൻ്റെയും അതുപോലെ വീക്ക്ലി എക്സാംസിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ശരിക്കും ഫോം ചെയ്യേണ്ടത്. അല്ലാതെ വെറുതെ ഒരു ഗൈഡ് നോക്കി പഠിക്കാൻ വേണ്ടി അല്ലല്ലോ നമ്മൾ അങ്ങോട്ട് പോകുന്നത്. നല്ലൊരു കോച്ചിങ് സെന്ററിൽ അവിടുത്തെ ഫാക്കൽറ്റീസ് അവരുടെ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ഏറ്റവും പ്രോബബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ എല്ലാ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസും നിങ്ങളുടെ എക്സാമിന് ആഡ് ചെയ്യും. അപ്പം അത് നിങ്ങൾ ചെയ്തു പോകുമ്പോഴാണ് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടൊരു റിവിഷൻ കിട്ടുന്നതും നിങ്ങൾ എക്സാമിന് വേണ്ടി ശരിക്കും റെഡി ആവുന്നത്. സോ അതുകൊണ്ട് തന്നെ മുമ്പ് പഠിച്ചിറങ്ങിയവരോട് ചോദിച്ചിട്ട് അവിടുത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയൊക്കെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്നുള്ളത് കാര്യം കൂടെ നിങ്ങൾ ഉറപ്പുവരുത്തണം. ബേസിക്കലി നിങ്ങളുടെ ആക്ച്വൽ എക്സാമിനെക്കാട്ടും കൂടുതൽ എളുപ്പമാകാൻ പാടില്ല ഇവിടുത്തെ മോഡൽ എക്സാംസ്. കുറച്ച് കൂടുതൽ ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിലേ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യത്തുള്ളൂ. സോ ബേസിക്കലി നല്ലൊരു സിസ്റ്റം എന്ന് പറയുന്നത് ഒരുപാട് പ്ലാൻ ചെയ്ത് അതിലെ പോരായ്മകളൊക്കെ കറക്റ്റ് ചെയ്ത് റിഫൈൻ ചെയ്തെടുക്കുന്ന ഒരു സാധനമാണ്. നല്ലൊരു സിസ്റ്റം ഉള്ള കോച്ചിങ് സെന്ററിന് ഉറപ്പായിട്ടും നല്ല റിസൾട്ടും കാണും. അപ്പോൾ ഈ സിസ്റ്റം നല്ലതാണോ എന്ന് അറിയാനുള്ള ഏറ്റവും ബെസ്റ്റ് ഇൻഡിക്കേറ്റർ റിസൾട്ടാണ്. പക്ഷേ ഈ റിസൾട്ടിനെ കുറിച്ച് കറക്റ്റ് ആയിട്ടൊരു പിക്ചർ കിട്ടുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് കുറച്ച് ഡിഫിക്കൽട്ടാണ്.
നിങ്ങൾ പേപ്പറിലും ഓൺലൈനിലൊക്കെ ആയിട്ട് കാണുന്ന പരസ്യങ്ങളിൽ ഈ വർഷം ഒരു 500 MBBS സീറ്റോ അല്ലെങ്കിൽ 1000 MBBS സീറ്റ് എന്നൊക്കെ പറഞ്ഞൊരു നമ്പർ കാണും. പക്ഷെ ആ നമ്പർ നിങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് അങ്ങ് വിശ്വസിക്കരുത്. ആ റിസൾട്ടിന് നമുക്ക് പ്രൂഫ് വേണം. ഇത് ഞാൻ പറയാനൊരു കാരണമുണ്ട്. നീറ്റ് PG എക്സാമിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഏറ്റവും ടോപ്പ് റാങ്ക് കിട്ടുന്നവരുടെയൊക്കെ ഇന്റർവ്യൂസ് കുറേ നടക്കാറുണ്ട് റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരേ ആൾ തന്നെ ഒരു 2-3 ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഒരു ഡിജിറ്റൽ ആപ്പ് ഉണ്ട്. ഇത് എപ്പോഴെങ്കിലൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്ത് ഒരു അക്കൗണ്ടൊക്കെ ഉണ്ടാക്കുമായിരിക്കും. അപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർ നിങ്ങളെ അവരുടെ സ്റ്റുഡൻ്റ് ആക്കും. അതുകൊണ്ട് ഒരേ ആൾ തന്നെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും റിസൾട്ടിൻ്റെ ലിസ്റ്റിൽ കാണാൻ ചാൻസ് ഉണ്ട്. ഇതിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടാണ് കൂടുതൽ ബെനിഫിറ്റ് കിട്ടിയെന്നുള്ളത് ആ പഠിച്ച ആൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് പരസ്യങ്ങളിൽ കാണുന്ന നമ്പറുകളൊന്നും ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കരുത്. നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം അവിടെ മുമ്പത്തെ വർഷം പഠിച്ച പിള്ളേരെ കോൺടാക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അവരുടെ റാങ്കും അറിയാം, അതുപോലെ അവരുടെ ക്ലാസ്സിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നൊക്കെ എത്ര പേർക്ക് നല്ല റാങ്ക് കിട്ടിയെന്നൊരു ഐഡിയയും കിട്ടും. പിന്നെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അവരുടെ റിസൾട്ട് ഫുള്ളായിട്ട് അവരുടെ വെബ്സൈറ്റിലൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ട് അങ്ങനെ കണ്ടത് ബ്രില്യൻറ്റിന് മാത്രമാണ്. വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും കാണും, നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെ ഒരു ട്രാൻസ്പെറൻസി ഉള്ളത് വളരെ നല്ലതാണ്. ഞാനും പഠിച്ചത് ബ്രില്യൻറ്റിലായിരുന്നു. അത് 10 വർഷം മുമ്പാണ്. ആ സമയത്ത് കേരളത്തിലെ ഒരു ടോപ്പ് 1000 റാങ്ക് എടുത്താൽ അതിൻ്റെ അകത്ത് ഒരു 75% to 80% ബ്രില്യൻറ്റിലെ സ്റ്റുഡൻസ് ആയിരുന്നു. കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് നോക്കിയാലും ഏകദേശം അതുപോലെ തന്നെയാണ്. വലിയൊരു ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. അപ്പം ഇതിനർത്ഥം അവിടെ നല്ലൊരു സിസ്റ്റം ഉണ്ടെന്നുള്ളതാണ്. ഓഫ് കോഴ്സ് അവിടെ അഡ്മിഷൻ എടുത്തത് കൂടുതലും +2 നല്ല മാർക്കുള്ള പിള്ളേരായിരിക്കും. പക്ഷേ +2 നല്ല മാർക്ക് ഉണ്ടെന്ന് വിചാരിച്ച് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്യാരണ്ടിയും ഇല്ല. അത് രണ്ടും രണ്ട് രീതിയിൽ അപ്രോച്ച് ചെയ്യേണ്ട എക്സാംസ് ആണ്. അപ്പോൾ നല്ല റിസൾട്ടും ഉണ്ട്, അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അവിടെ നല്ലൊരു സിസ്റ്റം ഉണ്ടെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഞാൻ അവിടെ പഠിച്ചപ്പോഴും ഒരാഴ്ച പോലും ഒരു എക്സാം മുടങ്ങിയതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. അപ്പം ആ കാര്യങ്ങൾക്കൊക്കെ അവർ ആ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ പോകുന്ന കുറേ കോച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ പുതിയ കോച്ചിങ് സെൻറ്റേഴ്സിന് അവരുടേതായ ഡിഫറെൻറ്റ് മെത്തേഡുകളുണ്ട്. ഇപ്പം നിങ്ങൾ ഹൈബ്രിഡ് സിസ്റ്റം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതും ഇൻ തിയറി വളരെ നല്ലൊരു സിസ്റ്റമാണ്. അത് യൂസ്ഫുൾ ആകുന്നുണ്ടോ എന്നുള്ള കാര്യം അവിടുന്ന് പഠിച്ചിറങ്ങിയവരോട് ചോദിച്ചാലേ അറിയത്തുള്ളൂ. നിങ്ങളിലും അവിടെയൊക്കെ പഠിക്കുന്നവർ അതിൻ്റെ എഫക്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ഈ റിസൾട്ടിൻ്റെ കാര്യം നോക്കുമ്പം നമ്പർ ഓഫ് സ്റ്റുഡൻസ് വെച്ച് മാത്രം നോക്കരുത്. എല്ലാ ഡിസ്ട്രിക്റ്റിലും 1-2 ചെറിയ നല്ല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അവിടെ ചിലപ്പോൾ ഒരു 300-500 സ്റ്റുഡൻസ് ഒക്കെ കാണുള്ളൂ. പക്ഷെ അതിനകത്തുനിന്ന് ഒരു 50 പേർക്കൊക്കെ എല്ലാ വർഷവും MBBS കിട്ടുന്നുണ്ടാവും. അതും നല്ല റിസൾട്ടാണ്. അപ്പോൾ അങ്ങനെയും കൂടെ നോക്കിയിട്ട് വേണം നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് കൺസിഡർ ചെയ്യാൻ. സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഓബ്വിയസ്ലി നിങ്ങൾക്ക് കിട്ടുന്ന ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആണ്. ഇത് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയാത്തത് കുറേ നല്ല ടീച്ചേഴ്സ് ഉള്ളതുകൊണ്ടാണ്. അത്യാവശ്യം നല്ല കോച്ചിങ് സെന്റേഴ്സിലെല്ലാം നല്ല ഫാക്കൽറ്റീസിനെ നിങ്ങൾക്ക് കിട്ടും. അവരെ നിങ്ങൾ ശരിക്കും ഉപയോഗപ്പെടുത്തണം. എനിക്ക് എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിന്റെ സമയത്ത് പറ്റിയൊരു മിസ്റ്റേക്കാണ്. ഞാൻ +1 +2 സമയത്ത് ഉറക്കം സാക്രിഫൈസ് ചെയ്താണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ രാവിലെ ക്ലാസ്സിന്റെ സമയത്ത് ഫുൾ ഉറക്കം തൂങ്ങിയിരിക്കും. പക്ഷെ അപ്പം മിസ്സായി പോകുന്നതൊക്കെ എനിക്ക് സ്വന്തമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നുള്ളൊരു ഫേക്ക് കോൺഫിഡൻസ് ആയിരുന്നു. എന്നാൽ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോയ സമയത്ത് ഞാൻ കൊണ്ടുവന്ന മെയിൻ ചേഞ്ച് എൻ്റെ ഉറക്കം കറക്റ്റാക്കി. അതുവഴി തന്നെ ക്ലാസ്സിൽ നല്ലോണം ശ്രദ്ധിച്ചിരിക്കാൻ പറ്റി തുടങ്ങി. ചില ക്ലാസ്സിലൊക്കെ നമ്മൾ ഉറങ്ങിപ്പോവും, എന്നാൽ ഓവറോൾ അത്യാവശ്യം നല്ല രീതിയിൽ ശ്രദ്ധിക്കുമായിരുന്നു. എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചതിന് ഏറ്റവും മെയിൻ ഫാക്ടേഴ്സിലൊന്ന് അതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ കിട്ടുന്ന നോളജിനെ നിങ്ങൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നല്ല കോച്ചിങ് സെൻറ്റേഴ്സിലൊക്കെ ഓരോ ടീച്ചേഴ്സും ഭയങ്കര യുണീക്ക് സ്റ്റൈലിലായിരിക്കും പഠിപ്പിക്കുന്നത്. ഓരോരുത്തർക്കും അവരുടേതായ ഒരു ഡിഫറെൻറ്റ് അപ്രോച്ച് കാണും. ചിലപ്പോൾ അവർ സംസാരിക്കുന്ന രീതി തന്നെ ചിലപ്പോൾ സ്ട്രെയിഞ്ച് ആയിട്ടൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയൊക്കെ അവർ ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമ്മുടെ തലയിലോട്ട് എങ്ങനെയെങ്കിലും കുത്തിക്കയറ്റാൻ വേണ്ടിയാണ്. അത് ചിലപ്പോൾ ഹ്യൂമർ വഴിയായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും കഥ പറഞ്ഞായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ എഴുന്നേൽപ്പിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ച് വഴക്ക് പറഞ്ഞായിരിക്കും. എങ്ങനെയാണെങ്കിലും അവരുടെ ക്ലാസ്സിൽ നിന്ന് നമുക്ക് ആ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടും കൂടുതൽ നമ്മുടെ തലയിലോട്ട് കയറും. സോ ഫാക്കൽറ്റീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഓബ്വിയസ്ലി ഏറ്റവും ടോപ്പ് ടീച്ചേഴ്സ് എല്ലാം നല്ല സാലറി കിട്ടുന്ന സ്ഥലത്തായിരിക്കും കൂടുതലും വർക്ക് ചെയ്യുന്നത്. അങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ചുരുക്കം സെൻറ്റേഴ്സേ ഇപ്പം കേരളത്തിലുള്ളൂ. അപ്പം അവിടെ ചെല്ലുകയാണെങ്കിൽ ദ നമ്പർ ഓഫ് ക്വാളിറ്റി ടീച്ചേഴ്സ് വിൽ ബി ഹയർ. ഇതിനർത്ഥം യങ്ങർ ആയിട്ടുള്ള ടീച്ചേഴ്സ് മോശമാണെന്നല്ല കേട്ടോ. അതിനൊരു നല്ല എക്സാമ്പിളാണ് സൈലത്തിലെ ഡോക്ടർ അനന്തു. സൈലത്തിലെ ഫസ്റ്റ് ബാച്ച് സ്റ്റുഡൻസ് കുറച്ച് പേരെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ ചോദിക്കുമ്പം അവർക്കെല്ലാം ഏറ്റവും ഫേവറേറ്റ് ടീച്ചർ അനന്തു ആയിരുന്നു. അത് അനന്തുവിന്റെ ഇൻസ്പിറേഷൻ ലൈഫ് കാരണമൊന്നുമല്ല, ഈ കെമിസ്ട്രിയും ഫിസിക്സിന്റെ ഒക്കെ ക്ലാസ് അടിപൊളിയായതുകൊണ്ടാണ്. അപ്പം ഇതുപോലെ കുറച്ച് ടീച്ചേഴ്സ് എല്ലാ വർഷവും ഉണ്ടായി വരുന്നുണ്ട്. അവരിലോട്ട് നിങ്ങൾ എത്തുക എന്നുള്ളത് നിങ്ങളുടെ ഭാഗ്യം പോലെയും കൂടി ഇരിക്കും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞൊരു 1-2 വർഷത്തിനിടെ ഈ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ഒരുപാട് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. പല ജില്ലകളിലും അവർ പുതിയ സെന്റർ ഒക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം കിട്ടുന്ന എഡ്യൂക്കേഷന്റെ ക്വാളിറ്റിയും അതുപോലെ ഫാക്കൽറ്റീസിന്റെ ക്വാളിറ്റി ഓൾമോസ്റ്റ് ഈക്വൽ അല്ലേ എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തണം. ഫോർ എക്സാമ്പിൾ ബ്രില്യൻറ്റിന്റെ മെയിൻ സെന്റർ എന്ന് പറയുന്നത് പാലയിലാണ്. അവിടെ കിട്ടുന്ന സെയിം ക്വാളിറ്റി എഡ്യൂക്കേഷൻ തന്നെ അവരുടെ കോഴിക്കോട് സെന്ററിലും കിട്ടുന്നുണ്ടോ എന്നുള്ള അന്വേഷിക്കണം. അതുപോലെ സൈലത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മെയിൻ സെന്റർ കോഴിക്കോടാണ്. അവിടെയുള്ള അതുപോലെ തന്നെയാണോ തൃശ്ശൂരും നടക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ അന്വേഷിക്കണം. നിങ്ങൾക്ക് ഇവരുടെയൊക്കെ മെയിൻ സെന്ററിൽ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ മാക്സിമം അവിടെ തന്നെ പോകാൻ ശ്രമിക്കുക. വീട്ടിൽ നിന്നുള്ള ദൂരമൊന്നും കാര്യമാക്കണ്ട. ഹോം സിക്നസ് പോലുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ഇനി വരുന്ന വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞോളാം. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ടീച്ചറിനെ നല്ലോണം ഇഷ്ടമായിരിക്കും,
പക്ഷേ ആ ഒരു ടീച്ചർ ഉണ്ടെന്നുള്ള ഒറ്റ റീസൺ കൊണ്ട് മാത്രം നിങ്ങളൊരു സെൻറ്ററിൽ പോയി ജോയിൻ ചെയ്യരുത്. നമ്മുടെ എക്സാമിന് 3 സബ്ജക്ട്സ് ഉണ്ട്. ഈ 3ഉം ഒരുപോലെ റെഡിയാക്കി എടുത്താലേ നമുക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ടീച്ചേഴ്സ് ഭയങ്കര ഫ്രണ്ട്ലി ആകുന്നതോ അല്ലെങ്കിൽ ഭയങ്കര എൻ്റർടൈനിങ് ആകുന്നതോ ഒന്നും നിങ്ങൾ കോച്ചിങ് സെൻറ്റർ ചൂസ് ചെയ്യുന്നതിന് ഒരു ഫാക്ടർ ആകാൻ പാടില്ല. നമ്മുടെ ഫ്രണ്ട്സൊക്കെ കോളേജിൽ ചേരുന്ന സമയത്ത് നമ്മളിവിടെ ഒരു വർഷം മാറ്റി വെച്ചിരുന്ന് പഠിക്കുന്നത് നമ്മുടെ ആ ഗോളിലോട്ട് എത്താൻ വേണ്ടിയാണ്. അപ്പോൾ അതിന് ഏറ്റവും ഹെൽപ്ഫുൾ ആകുന്ന ടീച്ചേഴ്സിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. എന്ന് പറയുമ്പം ആ ടീച്ചേഴ്സിൻ്റെയൊക്കെ നോളജ് ലെവലും അത് എഫക്റ്റീവായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള എബിലിറ്റിയാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ ക്ലാസ്സിലെ എൻ്റർടൈൻമെൻ്റ് ഒന്നും ഒരു മെയിൻ ഫാക്ടറായിട്ട് കൺസിഡർ ചെയ്യരുത്. അതുണ്ടെങ്കിൽ അതൊരു ബോണസ് എന്ന് വിചാരിച്ചാൽ മതി. മൂന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. അത് കൂടുതലാണെങ്കിൽ അതിന് ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ എക്സാം എല്ലാ വർഷവും ഇപ്പം 20 ലക്ഷത്തിൽ കൂടുതൽ സ്റ്റുഡൻസ് ആണ് അറ്റംപ്റ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പം നമ്മുടെ സെൽഫ് അസസ്മെൻറ്റ് കറക്റ്റ് ആകണമെങ്കിൽ നമ്മുടെ കൂടെ പഠിക്കുന്നവരുടെ എണ്ണം കൂടിയിരിക്കുന്നതാണ് നല്ലത്. അതും ചുമ്മാ നമ്പർ കൂടിയിട്ട് കാര്യമില്ല, നല്ല സീരിയസ് ആയിട്ട് പഠിക്കുന്ന പിള്ളേർ വേണം നമ്മുടെ കൂട്ടത്തിൽ. അതുകൊണ്ടാണ് പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഒരു ഹൈ കട്ട് ഓഫ് മാർക്ക് വെച്ചേക്കുന്നത് അങ്ങോട്ട് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി. അപ്പം നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കോമ്പറ്റീഷൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നിങ്ങളെ തന്നെ സെൽഫ് അസസ് ചെയ്ത് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനും സാധിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു 100 സ്റ്റുഡൻസ് മാത്രം പഠിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ജോയിൻ ചെയ്തതെന്ന് വിചാരിക്കുക. അവിടത്തേക്കുള്ള അഡ്മിഷനും പ്രത്യേകിച്ച് ക്രൈറ്റീരിയ ഒന്നും ഇല്ലായിരിക്കാം. അങ്ങനെ അവിടെ പഠിച്ച് അവിടുത്തെ ഫൈനൽ എക്സാമിനൊക്കെ ചിലപ്പോൾ ഈ 100-ൽ നിങ്ങളായിരിക്കും ഫസ്റ്റ് റാങ്ക്. പക്ഷേ ഫൈനൽ എക്സാമിൻ്റെ റാങ്ക് ചിലപ്പോൾ ഒരു വല്ല 50,000 1 lakh ഒക്കെ ആകാം. അതുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ പ്രോഗ്രസ് കറക്റ്റായിട്ട് അളക്കണമെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള കോമ്പറ്റീഷൻ കൂടിയിരിക്കുന്നത് നല്ലതാണ്. അതും നല്ല ടഫ് കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലേ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യത്തുള്ളൂ. കുറച്ച് സ്റ്റുഡൻസ് ഒക്കെ ഈ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ കുറിച്ച് നെഗറ്റീവ് പറയുന്നത് അവിടെ ഭയങ്കര സ്ട്രെസ്സാണെന്നാണ്. പക്ഷെ അങ്ങനെ ഒരു സ്ട്രെസ്ഫുൾ എൻവയൺമെൻറ്റ് മനഃപൂർവ്വം ഇവരാരും ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പണ്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് അങ്ങനെ കുറച്ച് സെൻറ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പല ഹോസ്റ്റലുകളും ജയിൽ പോലെയൊക്കെ ആയിരുന്നു. അപ്പം ഞാനിവിടെ വീട്ടിലൊക്കെ പറയായിരുന്നു, എന്നെ അങ്ങോട്ട് എന്തായാലും വിടരുത്, വേറെ എങ്ങോട്ട് പോയാലും കുഴപ്പമില്ല, ആ ഒരു സെൻറ്ററിലോട്ട് എന്നെ വിടരുത് എന്നൊക്കെ പറയുമായിരുന്നു. ഇന്ന് പക്ഷേ മെൻ്റൽ ഹെൽത്തിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് കുറച്ചുകൂടെ എല്ലാവർക്കും അറിയാം, അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം ഒരു ഫ്രീഡം ഒക്കെ ഓൾമോസ്റ്റ് എല്ലാ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഈ സ്ട്രെസ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെയുള്ള കോമ്പറ്റീഷൻ കാരണമാണ്. അങ്ങനെ ഉണ്ടാകുന്ന സ്ട്രെസ് ചില പിള്ളേരെയൊക്കെ അവരുടെ പ്രിപ്പറേഷനെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എഫക്ട് ചെയ്ത് തുടങ്ങും. അതിന് കാരണം അവർക്ക് കറക്റ്റായിട്ടൊരു ഓറിയന്റേഷൻ കിട്ടാത്തത് കൊണ്ടാണ്. അപ്പം അങ്ങനെ ഒരു ഓറിയന്റേഷൻ വീഡിയോ ഞാൻ അടുത്ത മാസം ചെയ്യാം. നിങ്ങൾ ഈ കോച്ചിങ് സെന്ററിൽ ചെന്ന ഉടനെയുള്ള ആദ്യത്തെ 2 മാസം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ. ഇനി നമ്പർ ഓഫ് സ്റ്റുഡൻസ് കുറഞ്ഞാലുള്ള ഒരു മെച്ചം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് കിട്ടുന്ന കെയറിന് കുറച്ചുകൂടെ കൂടുതലായിരിക്കാം. പക്ഷെ അതിൽ വലിയ കാര്യമൊന്നുമില്ല, അതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കരുത്. ഒരിക്കലും നിങ്ങൾ ഇൻഡിവിജ്വൽ കെയർ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഒരു കോച്ചിങ് സെന്ററിലോട്ട് പോകരുത്. കുറേ കോച്ചിങ് സെന്റേഴ്സ് ഒക്കെ അവർ സ്റ്റാർട്ട് ചെയ്യുന്ന ഇയറിൽ അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ അവർ എക്സ്പാൻഡ് ചെയ്തതിനനുസരിച്ച് അവിടുത്തെ ക്വാളിറ്റി കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പം നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൂടുന്നതിനനുസരിച്ച് ഇങ്ങനെ ക്വാളിറ്റി കുറയുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ശരിക്കും പറഞ്ഞാൽ ഒരു 10,000 സ്റ്റുഡൻസ് ഒക്കെ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവരെ എഫക്റ്റീവായിട്ട് പഠിപ്പിക്കണമെങ്കിൽ മിനിമം ഒരു 100 ടീച്ചേഴ്സ് എങ്കിലും വേണം. അതുപോലെ തന്നെ ഒരു 50 സ്റ്റുഡൻസിന് ഒരു ക്ലാസ് ടീച്ചർ അല്ലെങ്കിൽ ഒരു മെന്റർ എന്ന രീതിയിലെങ്കിലും സ്റ്റാഫ് വേണം. എങ്കിലേ എല്ലാവരുടെയും കാര്യം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നോക്കിപ്പോകാൻ പറ്റുള്ളൂ. ഈ ഒരു കാര്യം ചിലപ്പോൾ എല്ലാ കോച്ചിങ് സെന്റേഴ്സിനും പ്രാക്ടിക്കൽ ആയിരിക്കത്തില്ല. പ്രിഫറബിളി ഈ സ്റ്റാഫിനൊക്കെ സൈക്കോളജിയിലുള്ള ചെറിയ ട്രെയിനിങ്ങും അതുപോലെ ആ സെന്ററിൽ കുറച്ച് സൈക്കോളജിസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന പല സ്ട്രെസ്സുകളും പല ടെൻഷനുകളും അതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാൻ ആൾക്കാരുണ്ടെങ്കിൽ അത് നല്ലൊരു ഫീച്ചറാണ്. എനിക്കൊരു ഡൗട്ട് ചോദിക്കാനുള്ളത് സൈലം സ്റ്റുഡൻസിനോടാണ്. നിങ്ങളിപ്പോൾ എഴുതുന്ന ഫൈനൽ മോഡൽ എക്സാംസ് ഒക്കെ നിങ്ങൾ ഫിസിക്സ് വാലയിലെ സ്റ്റുഡൻസിൻ്റെ കൂടെയാണോ എഴുതുന്നത്? അങ്ങനെ കമ്പൈൻ ചെയ്താണ് എഴുതുന്നതെങ്കിൽ അത് വലിയൊരു പ്ലസ് ആണ്. അത് നിങ്ങൾക്ക് നല്ലൊരു എക്സ്പോഷർ കിട്ടും. അത് നമ്മുടെ ഇവിടെ വേറൊരു സെൻറ്ററിലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എക്സാംസ് ഒക്കെ എഴുതുമ്പോൾ മാക്സിമം നമ്പർ ഓഫ് സ്റ്റുഡൻസിലൂടെ എഴുതുന്നത് ഒരു വലിയ ഫാക്ടറാണ്. 4ാമത്തെ ഫാക്ടർ സ്റ്റഡി മെറ്റീരിയലാണ്. സ്റ്റഡി മെറ്റീരിയലിൻ്റെ കാര്യം നോക്കിയാൽ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും നല്ല മെറ്റീരിയൽ തന്നെയുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് നിങ്ങളുടെ എക്സാമിൻ്റെ പാറ്റേണിന് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും കൺവേർജ് ചെയ്ത് ഏകദേശം ഒരു സെയിം സ്റ്റൈലിലുള്ള സ്റ്റഡി മെറ്റീരിയലൊക്കെ തന്നെയാണ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ നല്ലൊരു മെറ്റീരിയൽ കിട്ടിയില്ലെങ്കിലും അത് നിങ്ങൾക്ക് സുഖമായിട്ട് ഓൺലൈനൊക്കെ മേടിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഒരിക്കലും സ്റ്റഡി മെറ്റീരിയലിൻ്റെ ബേസിസിൽ നിങ്ങളൊരു സെൻറ്റർ ചൂസ് ചെയ്യാൻ പാടില്ല. ഇനി നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് കമ്പയർ ചെയ്യണമെങ്കിലും അത് ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. സൈലത്തിൻ്റെയും ബ്രില്യൻറ്റിൻ്റെയും ഒക്കെ സ്റ്റഡി മെറ്റീരിയലുകൾ അൺബോക്സ് ചെയ്യുന്നതും അത് വെച്ച് പഠിക്കുന്നതിൻ്റെ ഒക്കെ വീഡിയോസ് സ്റ്റുഡൻസ് തന്നെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ നോക്കി മെറ്റീരിയൽ എങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ ഇപ്പോഴേ കണ്ടുവെക്കാം. സ്റ്റഡി മെറ്റീരിയലിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയൊക്കെ ഡിജിറ്റൽ ആപ്പിനെ കുറിച്ചും പറയണം. കാരണം ഒരുപാട് പേര് ഇപ്പോൾ ഓൺലൈനായിട്ടാണ് പഠിക്കുന്നത്. ഓൺലൈൻ പഠിച്ചാൽ മതിയോ നീറ്റ് ക്രാക്ക് ചെയ്യുക എന്നുള്ളത് ഒരു സെപ്പറേറ്റ് ചോദ്യമാണ്. അതിനെക്കുറിച്ചുള്ള വീഡിയോയും ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾക്ക് ആ ഓൺലൈൻ ആപ്പ്
അത്യാവശ്യം കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യമാണ്. ഇടയ്ക്ക് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകും, ഇടയ്ക്കൊക്കെ ഒന്ന് ക്രാഷ് ആവും. അതിപ്പോൾ എത്ര വലിയ ആപ്പ് ആണെങ്കിലും അങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷെ സ്ഥിരമായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ടോ എന്നുള്ളത് മുമ്പ് പഠിച്ചവരോട് ചോദിച്ച് മനസ്സിലാക്കണം. ആ കാര്യം ക്ലിയർ ആക്കിയിട്ട് മാത്രമേ നിങ്ങൾ ഒരു സ്ഥലത്ത് ഓൺലൈൻ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ പാടുള്ളൂ. അഞ്ചാമത്തെ പോയിന്റ് നിങ്ങളുടെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ആണ്. ഈ അവസാനം പറയുന്ന 3 പോയിന്റ്സും ഏകദേശം ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. അതുകൊണ്ട് ഹോസ്റ്റൽ ഫെസിലിറ്റിക്ക് 5ാമത്തെ പ്രാധാന്യം ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട. ഹോസ്റ്റലിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇത്രമാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. നിങ്ങൾക്ക് സമാധാനമായിട്ടിരുന്ന് വലിയ ശല്യമൊന്നും ഇല്ലാതെ പഠിക്കാനുള്ളൊരു സ്ഥലം കിട്ടുന്നുണ്ടോ, അതുപോലെ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ, അതുപോലെ അത്യാവശ്യം ക്ലീൻ ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഫുഡും കിട്ടുന്നുണ്ടോ. അല്ലാതെ വലിയ സൗകര്യങ്ങളൊന്നും ഉണ്ടായിട്ട് അത് നിങ്ങളുടെ എക്സാമിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാനൊന്നും പോകുന്നില്ല. അതിനൊരു നല്ല എക്സാമ്പിളാണ് ഞാൻ +1 +2 പഠിച്ച സ്കൂള്. ആ സമയത്ത് കേരളത്തിലെ ഏറ്റവും ടോപ്പ് റിസൾട്ട് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സ്കൂളാണത്. അവിടുത്തെ ഹോസ്റ്റൽ ലൈഫ് അടിപൊളിയായിരുന്നു. പക്ഷേ ഹോസ്റ്റലിലെ സൗകര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ മിനിമൽ ആയിരുന്നു. ഞാനൊക്കെ ചെന്ന സമയത്ത് തന്നെ ആദ്യം ഉണ്ടായിരുന്ന റൂമിൽ ഏകദേശം 10 പേരുണ്ടായിരുന്നു. അപ്പം അത്രയും പേരൊക്കെ ഉള്ളപ്പോൾ നമ്മൾ രാത്രിയിലെ ഉറക്കമൊക്കെ ചിലപ്പോൾ ഡിസ്റ്റർബ്ഡ് ആവും. പലരും പല സമയത്താണ് എഴുന്നേക്കുന്നത്, പല സമയത്താണ് ഉറങ്ങാൻ വരുന്നത്. അതുകൊണ്ട് ഉറക്കത്തേക്ക് അത് ചെറുതായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ +2ന്റെ ഒക്കെ സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ 16 പേരുള്ള ഒരു ചെറിയ റൂമിലോട്ടൊക്കെ മാറിയായിരുന്നു. ഫുള്ള് ഈ ഡബിൾ ഡെക്കർ ബെഡുകളൊക്കെ ആയിട്ട് നമ്മൾ എഴുന്നേറ്റ് ചെരിഞ്ഞ് മാത്രമേ അതിൻ്റെ അകത്തൂടെ നടന്നു പോകാൻ പറ്റുള്ളൂ. നേരെ നടക്കാനുള്ള വീതി ഫ്രീ ആയിട്ടില്ലായിരുന്നു. പക്ഷെ അതേ റൂമിൽ തന്നെ നിന്ന് പഠിച്ച ഒരാൾക്കാണ് കേരള എൻട്രൻസിന് ആ വർഷം ഫസ്റ്റ് റാങ്ക് കിട്ടി. അതുപോലെ തന്നെ നീറ്റ് എക്സാമിന് കേരളത്തിലെ ടോപ്പ് 100ലെ ഒരു 3-4 പേര് ആ റൂമിൽ നിന്നുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടുന്ന സൗകര്യത്തിലൊന്നും വലിയ കാര്യമില്ല. നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ അവിടെ നടന്നാൽ മതി. ഹോസ്റ്റലിനകത്തെ ഡിസിപ്ലിൻ അത്യാവശ്യമാണ്. അതിന് നിങ്ങൾക്ക് നല്ലൊരു വാർഡനും വേണം. അതേപോലെ തന്നെ ഫുഡിന്റെ കാര്യം ഏറ്റവും ബെസ്റ്റ് ഹോസ്റ്റലിൽ തന്നെ ഒരു മെസ്സ് ഉണ്ടെങ്കിലാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് പോയി ഫുഡ് കഴിക്കാം. ഇനി അങ്ങനെ അല്ലെങ്കിൽ കൃത്യസമയത്ത് എല്ലാ ദിവസവും ഫുഡ് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യവും നിങ്ങളൊന്ന് അന്വേഷിക്കണം. ഇപ്പം ഞാൻ നിന്ന ഹോസ്റ്റലിൽ പുറത്തുനിന്നായിരുന്നു ഫുഡ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ചിലപ്പോൾ ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ഗ്യാപ്പ് വരും. ഈ ഒരു സമയം നമ്മളിങ്ങനെ വിശന്നിട്ട് പഠിക്കാതെ ഈ ഫുഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തൊക്കെ കളയാറുണ്ടായിരുന്നു. പിന്നെ ഫുഡ് ഐറ്റംസ് ആണെങ്കിലും നിങ്ങളുടെ എക്സാമിനെ സംബന്ധിച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കിട്ടുക എന്നുള്ളത് മാത്രമേ ഇമ്പോർട്ടൻസ് ഉള്ളൂ. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ചെന്ന ദിവസം ഹോസ്റ്റലിലെ ആദ്യത്തെ ദിവസം, അന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ചിലപ്പോൾ ബിരിയാണിയൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഞങ്ങളൊക്കെ കുറച്ച് എക്സൈറ്റഡ് ആയിട്ടാണ് വെയിറ്റ് ചെയ്തത്. പക്ഷേ വന്നപ്പോൾ എന്തായി? കഞ്ഞിയും പയറും. അടുത്ത ദിവസം ഇതുപോലെ തന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അടുത്ത ദിവസം കിട്ടിയത് കഞ്ഞിയും പയറും. പക്ഷെ പിന്നീട് അങ്ങോട്ട് പതുക്കെ ശരിയായി തുടങ്ങി. മൊത്തത്തിൽ ഞങ്ങളുടെ ഹോസ്റ്റലിലായിരുന്നു എന്ന് തോന്നുന്നു ഏറ്റവും മോശം ഫുഡ്. അവിടെ ആ മെയിൻ സെന്ററിന് അടുത്തുള്ള ഹോസ്റ്റലുകളിലൊക്കെ നല്ല ഫുഡായിരുന്നു. അപ്പോൾ നിങ്ങളും കിട്ടുന്ന ഫുഡിന്റെ ഗ്ലാമർ നോക്കരുത്. കിട്ടുന്ന സാധനം ഹെൽത്തി ആണെങ്കിൽ അതങ്ങ് എടുത്ത് കഴിക്കുക. നമ്മുടെ റിസൾട്ട് ആണല്ലോ പ്രധാനം. അവസാനത്തെ ഫാക്ടർ ഇൻഫ്രാസ്ട്രക്ചറും ഫെസിലിറ്റീസും ആണ്. ഈ കോച്ചിങ് സെന്ററിന്റെ ബിൽഡിങ്ങിന് കുറെ വലുപ്പം ഉണ്ടായതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഓൾമോസ്റ്റ് എല്ലാ സെന്ററിലും അത്യാവശ്യം നല്ല ക്ലാസ് റൂമുകളാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്ലാസ് റൂം മെച്ചമില്ലാന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകം ഒന്ന് കമന്റ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി വരുന്നൊരു ഫീച്ചർ അവിടുത്തെ ലൈബ്രറിയും അവിടുത്തെ റീഡിംഗ് റൂമുമാണ്. നിങ്ങൾ കുറച്ച് പേർക്കൊക്കെ ചിലപ്പോൾ ഹോസ്റ്റലിൽ കുറച്ച് ബഹളവും പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ കാണും. കാരണം ഹോസ്റ്റലിന്റെ അലോട്ട്മെന്റ് എന്ന് പറയുന്നതും നമ്മുടെ +2 മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് മിക്ക സ്ഥലത്തും. അപ്പം നിങ്ങളുടെ ഹോസ്റ്റലിൽ കുറച്ച് അലമ്പൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഒരു റീഡിംഗ് റൂം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വന്നിരുന്ന് പഠിക്കാം. ഞാനൊക്കെ പഠിച്ച സ്ഥലത്ത് ഒരുപാട് പേര് അങ്ങനെ വന്നിരുന്നാണ് രാത്രി വരെ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ കാമായിട്ട് പഠിക്കാൻ ഒരു റീഡിംഗ് റൂമും നല്ലോണം സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ഉള്ള നല്ലൊരു ലൈബ്രറി ഉണ്ടെങ്കിൽ അതൊരു പ്ലസ് പോയിന്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഒരു കോച്ചിങ് സെന്റർ സെലക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് അന്വേഷിച്ച് മനസ്സിലാക്കേണ്ടത്. സത്യം പറഞ്ഞാൽ നിങ്ങളൊരു കോച്ചിങ് സെന്ററിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ചെല്ലുമ്പം അവർ നിങ്ങളോട് ആദ്യം ചോദിക്കേണ്ടത് നിങ്ങൾക്ക് ശരിക്കും ഡോക്ടർ ആകാൻ തന്നെയാണോ ആഗ്രഹം എന്നുള്ളത്. നിങ്ങളോട് അവർക്കൊരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നിങ്ങൾ ചുമ്മാ ഒരു വർഷം കളയാൻ അവർ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഡോക്ടർ എന്ന പണിയുടെ എല്ലാ ദോഷവശങ്ങളും കൂടെ പറഞ്ഞു തന്ന് ശരിക്കും ആലോചിച്ചിട്ടാണോ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതെന്ന് നിങ്ങളോട് ചോദിക്കും. അങ്ങനെ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വളരെ കുറവാണ്. എൻ്റെ വൈഫ് പറഞ്ഞത് അവൾ അവിടെ അഡ്മിഷൻ എടുക്കാൻ പോയപ്പം ആ ഒരു കോഴ്സിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കുന്ന പോലെയാണ് അവർക്ക് തോന്നിയത്. കാരണം ഡോക്ടർ എന്ന പണിയുടെ നെഗറ്റീവ്സ് എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് ആദ്യം ചെയ്തത്. ആ നെഗറ്റീവ്സ് എല്ലാം കേട്ടിട്ടും കഷ്ടപ്പെടാൻ റെഡിയാണോ എന്ന് അവരൊന്ന് ടെസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അതുപോലെ ചെയ്തിട്ടാണ് ശരിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അഡ്മിഷൻ തരേണ്ടത്. ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഒന്നും നിങ്ങളോട് ഷെയർ ചെയ്യാതെ അനാവശ്യമായി നിങ്ങളെ പിന്നെയും മോട്ടിവേറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവരുണ്ട്. അപ്പോൾ അതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ 2 ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ കുറിച്ചാണ്. അതിൽ ബ്രില്യൻറ്റിലാണ് ഞാൻ പഠിച്ചത്. അതേപോലെ സൈലത്തിൽ ഞാൻ കുറച്ച് കാലം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബ്രില്യൻറ്റിൻ്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ അവരുടെ മെയിൻ സെൻറ്ററിലല്ല ഞാൻ പഠിച്ചത്. അവിടെ നിന്ന് കുറച്ച് വിട്ടിട്ടുള്ള വേറൊരു ചെറിയ സെൻറ്ററിലാണ് പഠിച്ചത്. എങ്കിലും മെയിൻ സെൻറ്ററിൽ കിട്ടുന്ന അതേ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ തന്നെ ഞങ്ങൾക്ക് ഇവിടെയും കിട്ടി. അതിനൊന്നും ഒരു ചേഞ്ചും ഉണ്ടായിട്ടില്ല. നമ്മളെ പഠിപ്പിക്കാൻ വന്ന ടീച്ചേഴ്സ് എല്ലാവരും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫാക്കൽറ്റീസ് തന്നെയായിരുന്നു. എല്ലാവരുടെയും ക്ലാസ് നമുക്ക് ഒരുപോലെ ഒന്നും ഇഷ്ടപ്പെടത്തില്ല. അതിപ്പോൾ നിങ്ങൾ എവിടെ ചെന്നാലും അതുപോലെയാണ്. ഇപ്പോൾ ബ്രില്യൻറ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാറിൻ്റെ ക്ലാസ് എൻ്റെ വൈഫിന് അത്ര ഇഷ്ടമില്ലായിരുന്നു. അതുപോലെ എൻ്റെ വൈഫിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചറിനെ എനിക്ക് അത്ര ഇഷ്ടമില്ല. അപ്പം അതെല്ലാം സബ്ജക്റ്റീവാണ്. ഓവറോൾ ക്വാളിറ്റി നോക്കുമ്പോൾ വളരെ മികച്ചതായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ബോറടിക്കുന്ന ക്ലാസ്സിൽ പോലും അവർ തരുന്ന നോട്ട്സ് ഒക്കെ വളരെ യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവർ വളരെ സിസ്റ്റമാറ്റിക് ആയിരുന്നു.
അതിപ്പോൾ എക്സാംസ് നടത്തുന്ന കാര്യമാണെങ്കിലും ക്ലാസ്സുകളുടെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ പ്രിപ്പറേഷനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള വലിയ ചേഞ്ചുകളൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. സ്മൂത്ത് ആയിട്ട് തന്നെയാണ് ആ ഭാഗം പോയത്. അതുപോലെ തന്നെ ഹോസ്റ്റലിൻ്റെ കാര്യം നോക്കിയാലും അത്യാവശ്യം സൗകര്യമുള്ള ഹോസ്റ്റലാണ് എനിക്ക് കിട്ടിയത്. അവിടെ നമ്മളെ പഠിപ്പിക്കുന്ന തന്നെ 3 ടീച്ചേഴ്സ് ആയിരുന്നു അവിടെ വാർഡനായിട്ടുണ്ടായിരുന്നത്. അവർ നമ്മളെ ഇടയ്ക്കൊക്കെ വന്ന് പഠിക്കുന്നുണ്ടോ, ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും വഴക്ക് പറയത്തൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തട്ടി ഒന്ന് എഴുന്നേൽപ്പിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് പ്രഷറൈസ് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ എനിക്ക് ഒട്ടും ഫീൽ ചെയ്തിട്ടില്ല അവിടെ. പിന്നെ ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഉറങ്ങാനുള്ള മിനിമം ടൈം 10:30 ആയിരുന്നു. 10:30 വരെയെങ്കിലും പഠിക്കണം എന്നായിരുന്നു. ചില സ്ഥലത്തൊക്കെ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അവേഴ്സ്, ഒരു 12 മണി വരെയൊക്കെ മിനിമം പഠിക്കണം എന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. അത് പക്ഷേ അത്ര ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് അല്ല. കാരണം നമ്മുടെ എല്ലാ ഉറക്കത്തിന്റെ പാറ്റേണിന് കുറേ ഡിഫറൻസ് ഉണ്ട്. അപ്പം ഞാനായിരുന്നെങ്കിലും ആ 10:30, 11 മണി സമയമാകുമ്പോഴേക്ക് ഉറങ്ങും, രാവിലെ ഒരു 6 മണിക്ക് എഴുന്നേക്കും. ആ ഒരു ഷെഡ്യൂളാണ് എനിക്ക് ഏറ്റവും വർക്ക് ചെയ്തത്. അപ്പോൾ ഓവറോൾ നല്ല ക്വാളിറ്റി ക്ലാസ്സുകൾ കിട്ടി, കറക്റ്റായിട്ടുള്ള എക്സാംസ് നടന്നു. ഒരുപാട് പ്രഷറൈസ് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഓഫ് കോഴ്സ് ആ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ആ ഒരു കോമ്പറ്റീഷൻ്റെ വാശി കൊണ്ടാണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്തത്. അതുകൊണ്ട് ആ കോമ്പറ്റീഷൻ ഒരു നെഗറ്റീവ് ഫാക്ടറായിട്ട് ഒരിക്കലും ഞാൻ പറയത്തില്ല. ബ്രില്യൻറ്റിനെ കുറിച്ച് കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ക്രിറ്റിസിസമാണ് അവിടെ +2 നല്ല മാർക്കുള്ളവർക്ക് അഡ്മിഷൻ കൊടുക്കുന്നത് കൊണ്ടാണ് അവിടെ നല്ല റിസൾട്ട് ഉണ്ടാകുന്നത്. അതിപ്പം അവരെന്ത് ചെയ്യാനാണ്? ഇപ്പം നമുക്ക് എല്ലാവർക്കും എയിംസ് ഡൽഹിയിൽ അഡ്മിഷൻ കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷേ അവിടെ ചെന്നിട്ട് കുറഞ്ഞ റാങ്കുള്ള ഒരാളെ അവിടെ പഠിപ്പിച്ച് ഡോക്ടറാക്കി കാണിക്കാൻ അവരോട് പറയാൻ പറ്റില്ലല്ലോ. അതുപോലെയൊക്കെ തന്നെ ഉള്ളതും. ഒരു ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആകുമ്പം അവിടെ ഉള്ള സീറ്റുകളെക്കാട്ടും കൂടുതൽ ഡിമാൻഡ് ഉണ്ടാവും അഡ്മിഷൻ എടുക്കാൻ. അപ്പോൾ അഡ്മിഷൻ കൊടുക്കാൻ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ വേണം. അതിന് ഏറ്റവും ബെസ്റ്റ് +2ൻ്റെ മാർക്കും അതുപോലെ നീറ്റിൻ്റെ റാങ്കും ഒക്കെ തന്നെയാണ്. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ +2ന് നല്ല മാർക്കുള്ള എത്രയോ പേരുണ്ട് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റാതെ പോകുന്നത്. അപ്പോൾ സ്കൂളിൽ നല്ല മാർക്കുണ്ടെങ്കിൽ അത് നീറ്റ് ക്രാക്ക് ചെയ്യാനുള്ളൊരു ഗ്യാരണ്ടി ഒന്നുമല്ല. അതുകൊണ്ട് ഇങ്ങനെ ക്രിറ്റിസൈസ് ചെയ്യുന്നതിൽ ഒരു കാര്യമില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് +2ന് മാർക്ക് കുറവാണെങ്കിൽ ടെൻഷനൊന്നും വേണ്ട. ഇതുപോലൊരു ടോപ്പ് കോച്ചിങ് സെൻറ്ററിൽ പഠിച്ചാൽ മാത്രമേ നീറ്റ് കിട്ടുള്ളൂ എന്നൊന്നുമില്ല. ഒരു കോച്ചിങ് സെൻറ്ററിലും പോകാതെ എല്ലാ വർഷവും പിള്ളേർ ഈ എക്സാം ക്രാക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി സൈലത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എപ്പോഴും എൻ്റെ മനസ്സിലൊരു പ്രത്യേക സ്ഥാനം സൈലത്തിനുണ്ടാവും. കാരണം ഈ ചാനൽ ഉണ്ടായത് തന്നെ ഇൻഡയറക്ട്ലി സൈലം കാരണമാണ്, അവിടുത്തെ ഡോക്ടർ അനന്തു കാരണമാണ്. ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് പ്രിപ്പറേഷൻ ടിപ്സും ഹാക്സ് എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കോൺഫിഡൻസും അതിനുള്ള പ്ലാറ്റ്ഫോമും തന്നത് അനന്തുവാണ്. അങ്ങനെ കിട്ടിയൊരു കോൺഫിഡൻസിൻ്റെ പേരിലാണ് ഇപ്പം ഈ ചാനലൊക്കെ ഞാൻ ഉണ്ടാക്കിയത് തന്നെ. അതുകൊണ്ട് സൈലം എന്നും എനിക്കൊരു സ്പെഷ്യൽ പ്ലേസ് ആയിരിക്കും. പക്ഷേ അതിൻ്റെ ബേസിസിൽ നിങ്ങൾ അവിടെ പോയി ജോയിൻ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. സൈലത്തിൻ്റെ കാര്യം നോക്കിയാലും ഞാൻ അവിടെ 2 വർഷം മുമ്പാണ് വർക്ക് ചെയ്തത്. പക്ഷേ അതിന് ശേഷമുള്ള 2 വർഷത്തിനിടെ ഒരുപാട് ഗ്രോത്ത് നടന്നു. എസ്പെഷ്യലി ലാസ്റ്റ് ഇയർ ഫിസിക്സ് വാലയായിട്ട് കൊളാബറേറ്റ് ചെയ്തു. അപ്പം ഈ ഒരു വർഷം ഒരുപാട് ചേഞ്ചുകൾ അവിടെ വന്നു എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ആ ചേഞ്ചൊക്കെ ഈ വർഷത്തെ റിസൾട്ടിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവിടെ മുമ്പ് പറഞ്ഞ പോലെ ഹൈബ്രിഡ് സിസ്റ്റമാണ്. ഓൺലൈനും ഓഫ്ലൈൻ ക്ലാസ്സുകൾ രണ്ടും ഒരുമിച്ചാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് കേൾക്കുന്ന ക്ലാസ് അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഓൺലൈനായിട്ട് വേറൊരു ഓപ്ഷൻ കൂടെ കിടപ്പുണ്ട്. അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നതിൽ കാര്യമില്ല. ഈ സിസ്റ്റം ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം സൈലമിയൻസ് ഷെയർ ചെയ്യണം. ഇനി സൈലത്തിൻ്റെ ഫാക്കൽറ്റി ലൈനപ്പ് നോക്കിയാലും അതും വളരെ സ്ട്രോങ് തന്നെയാണ്. നിങ്ങൾ കുറച്ച് കാലമായിട്ട് വരെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അറിയാം, സൈലത്തിൽ നിന്ന് കുറച്ച് ടീച്ചേഴ്സൊക്കെ ബ്രില്യൻറ്റിലോട്ടും പോയിട്ടുണ്ട്. അവിടുന്ന് അതേപോലെ കുറച്ച് പേര് സൈലത്തിലോട്ടും വരുന്നുണ്ട്. ഇപ്പോൾ 2 സെൻറ്റേഴ്സിനെ ഫാക്കൽറ്റിയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ പുതിയതായിട്ട് തുടങ്ങിയ സെൻറ്റേഴ്സിലും, അതായത് മെയിൻ സെൻറ്റർ അല്ലാത്ത ബാക്കിയുള്ള സ്ഥലത്തും ഈ സെയിം ക്വാളിറ്റി എത്തുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഈ 2 ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ച് മാത്രം ഞാൻ പേരെടുത്ത് പറഞ്ഞത് ഇവിടെ മാത്രമേ എനിക്ക് പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ഉള്ളൂ. ഇനിയും കുറേ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കാണും, പക്ഷേ അവരെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ ഞാൻ ക്വാളിഫൈഡ് അല്ല. ഇത്രയൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഞാൻ ഈ പറഞ്ഞ 6 കാര്യങ്ങളും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നിങ്ങളുടെ എക്സ്പീരിയൻസുകളും ഷെയർ ചെയ്യാൻ മറക്കണ്ട. പിന്നെ കമൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു, അത് ഓർക്കുക. മിസ്ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുന്ന രീതിയിലോട്ട് കമൻറ്റ് സെക്ഷൻ മാറാൻ പാടില്ല. ഇൻ കേസ് അങ്ങനെ സംഭവിക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ തന്നെ അങ്ങ് റിമൂവ് ചെയ്യും. അടുത്ത വീഡിയോയിൽ മോഡൽ എക്സാംസ് എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നും മോഡൽ എക്സാംസ് വഴി വരുന്ന ഇമ്പ്രൂവ്മെൻറ്റ് എങ്ങനെ മാക്സിമൈസ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ളൊരു ഡിസ്കഷൻ ആയിരിക്കും. സോ ഈ വർഷത്തെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരെല്ലാം അതും സ്കിപ്പ് ചെയ്യാതെ കാണുക. ടിൽ ദെൻ ടേക്ക് കെയർ.